നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രയാസത്തിൽ സഹായിക്കുന്ന കൈ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. പ്രയാസത്തിൽ ഉപേക്ഷിക്കുന്ന കൈ മറ്റൊരു പാഠവും പഠിപ്പിക്കുന്നു. രണ്ടും ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കണം. തളരുമ്പോൾ താങ്ങുന്ന കൈയോളം വരില്ല വിജയത്തിൽ അനുമോദിക്കുന്ന കയ്യടികൾ. ചിരിക്കുന്ന മുഖങ്ങളെ തിരിച്ചറിയേണ്ടത് തളർച്ചയിൽ ആര് തണലാകുമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. താങ്ങായും തണലായും നിൽക്കുന്നവരും കൂടെ നിന്ന് വിശ്വസിച്ച് വഞ്ചിച്ച് വഴിയാധാരമാക്കുന്നവരും ചങ്ക് പറിച്ച് കൂടെ കാണുമെന്ന് ഉറപ്പ് നൽകി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവരുമുണ്ട്. ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലൂടെയെല്ലാം കടന്നുപോയി അവസാനം ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ബാക്കി വെച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ പ്രിയ സംവിധായകൻ സിദ്ദീഖിനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. സംവിധായകൻ ഫാസിൽ തന്റെ ശിഷ്യന്മാരായ സിദ്ദീഖ് ലാലിനെ കൊണ്ട് ആദ്യമായി സംവിധാനം ചെയ്യിപ്പിച്ച ചിത്രമായിരുന്നല്ലോ റാംജി റാവു സ്പീക്കിംഗ്. കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞ ആ ചിത്രം ഇന്നും എവർഗ്രീനായി നിലനിൽക്കുന്ന ചിത്രമാണ്. എന്നാൽ ആ ചിത്രത്തിന്റെ പിന്നിൽ ചില നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. തങ്ങളുടെ ആദ്യ ചിത്രം ഫസ്റ്റ് കോപ്പി ആക്കിയതിനു ശേഷം വിതരണക്കാരോടൊപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഫാസിലിനോട് പറഞ്ഞു, ഈ ചിത്രത്തിൽ നിന്നും 2000 അടിയോളം വെട്ടിക്കളഞ്ഞാൽ ഈ സിനിമ 2 ആഴ്ചയോളം ഓടുമായിരിക്കുമെന്ന്. ഫാസിൽ ഈ വിവരം സംവിധായകരായ സിദ്ദീഖിനെയും ലാലിനെയും അറിയിച്ചപ്പോൾ അവർക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഫാസിലിനോട് കേണപേക്ഷിച്ചു, അങ്ങനെ ചെയ്യല്ലേ പാച്ചിക്ക എന്ന്. അവരുടെ ആ ആവശ്യം അംഗീകരിച്ച ഫാസിൽ വിതരണക്കാരോട് പറഞ്ഞു, ഈ ചിത്രം മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടായാൽ ഞാൻ നിങ്ങൾക്കായി മറ്റൊരു സൂപ്പർ സ്റ്റാർ പടം ചെയ്ത് നിങ്ങളുടെ നഷ്ടം ഞാൻ പരിഹരിച്ചു കൊള്ളാമെന്ന്. അതവർക്ക് സന്തോഷം പകരുന്ന വാക്കുകളായിരുന്നു. അതവർ അംഗീകരിച്ചു. അങ്ങനെ റിലീസ് ചെയ്ത ആ ചിത്രം തിയേറ്ററുകളെ ഇളക്കി മറിച്ച് പൂരപ്പറമ്പാക്കിക്കൊണ്ട് ചരിത്ര വിജയം കുറിക്കുകയാണ് ഉണ്ടായത്. ആ ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ ഞാനും എത്തുന്നുണ്ട്. ആ വേഷം അപ്രതീക്ഷിതമായി ഒരു പകരക്കാരനായി ഞാൻ അഭിനയിച്ചതാണ്. ഷൂട്ടിങ്ങിന് 1 മണിക്കൂർ മുൻപാണ് സിദ്ദീഖ് എന്നെ വിളിക്കുന്നത്. അഷ്റഫെ, ഒരു ഉപകാരം ചെയ്യണം. CI പോളിന് വെച്ചിരുന്ന ഒരു കഥാപാത്രമുണ്ട്, അത് ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, എന്തോ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടൻ ദേവന്റെ ആലപ്പുഴയിലുള്ള വീടാണ്. അത് പക്ഷേ ഇന്ന് വരെ അനുവാദമുള്ളൂ. ഇനി അവർ തുടർന്ന് തരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അഷ്റഫ് ഈ വേഷം ചെയ്തു തരണം. അങ്ങനെയാണ് ഞാൻ ആ ചിത്രത്തിലെ ചെമ്മീൻ വർഗീസ് എന്ന കഥാപാത്രമായി മാറിയത്. ചിത്രം 100 ദിവസം ഓടിക്കഴിഞ്ഞിട്ടും മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യിക്കാനായി സിദ്ദീഖ് ലാലിനെ തേടി ഒരു നിർമ്മാതാക്കളും എത്തിയില്ല. പിന്നീട് മേനക സുരേഷ് താല്പര്യം പ്രകടിപ്പിച്ചെത്തിയെങ്കിലും അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അവിടെ അവരുടെ രക്ഷകനായി എത്തിയത് സംവിധായകൻ ഫാസിലായിരുന്നു. അങ്ങനെയാണ് ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രം പ്ലാൻ ചെയ്യുന്നത്. 40 ലക്ഷം രൂപ ബഡ്ജറ്റിലായിരുന്നു ആ ചിത്രം പ്ലാൻ ചെയ്തിരുന്നത്. നിർമ്മാതാക്കളായി ഫാസിലിന്റെ അനുജൻ കയസ്, കുരിയച്ചൻ വാളക്കുഴി, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ആ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ഞങ്ങൾ 4 പേരും 3 ലക്ഷം രൂപ വീതം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. 28 ലക്ഷം രൂപ വിതരണക്കാരനായ സ്വർഗചിത്ര അപ്പച്ചനും ഇതിലേക്ക് നൽകി. സിനിമയുടെ മുഴുവൻ ചുമതലയും അധികാരവും ഒക്കെ പവർ ഓഫ് അറ്റോണി വഴി എന്റെ പേരിലായിരുന്നു. ഇൻ ഹരിഹർ നഗർ മലയാള സിനിമയിൽ ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചു. അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി ചിത്രങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുമുണ്ട്. അതോടെ സിദ്ദീഖ് ലാൽ ജോഡികളുടെ ഒരു യുഗം തന്നെ പിറവി കൊള്ളുകയായിരുന്നു. 100 ദിവസം എന്നതൊക്കെ മാറി 1 വർഷത്തിലേറെ ഓടിയ ചിത്രങ്ങൾ അവരുടെ റെക്കോർഡിലുണ്ട്. എന്നാൽ അവർ തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം സംവിധായകൻ സിദ്ദീഖിന് പല കൈപ്പേറിയ അനുഭവങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രം മമ്മൂട്ടിയെ വെച്ച് സിദ്ദീഖ് പ്ലാൻ ചെയ്തപ്പോൾ അതിന്റെ ആദ്യ നിർമ്മാതാവായി എത്തിയത് ആൽവിൻ ആന്റണി ആയിരുന്നു. അതിന്റെ കഥയും ഡിസ്കഷനും ഒക്കെയായി 1 മാസത്തോളം സിദ്ദീഖിന് ദുബായിൽ പോയി താമസിക്കേണ്ടതായി വന്നു. എന്നാൽ ആൽവിൻ ആന്റണി അപ്രതീക്ഷിതമായി ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ സിദ്ദീഖ് തന്റെ പഴയ വിതരണക്കാരനായ സ്വർഗചിത്ര അപ്പച്ചനെ സമീപിച്ചു. അപ്പച്ചൻ അന്ന് സിദ്ദീഖിനോട് പറഞ്ഞു, മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകാർ പണം തരില്ല, ജയറാമിനെ വെച്ച് ചെയ്തുകൂടെ എന്ന്. മറുപടി ഒന്നും പറയാതെ ഞാൻ മടങ്ങിപ്പോന്നു എന്നാണ് സിദ്ദീഖ് എന്നോട്
പറഞ്ഞത്. അടുത്തതായി രംഗത്ത് വന്നത് ലിബർട്ടി ബഷീർ കെ ആയിരുന്നു. അദ്ദേഹം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോഴേക്കും ഷൂട്ടിംഗ് തീരുമാനിച്ച തീയതി അടുത്ത് വന്നതിനാൽ സിദ്ദീഖ് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി സോങ് റെക്കോർഡിംഗും ഷൂട്ടിംഗും ഒക്കെ ആരംഭിച്ചു. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ ബഷീർ കെയും കൈയൊഴിഞ്ഞു. സിദ്ദീഖ് അടുത്തതായി സമീപിച്ചത് തന്റെ ഉറ്റ സുഹൃത്തും സംവിധാന പങ്കാളിയുമായ ലാലിനെയായിരുന്നു. ലാലിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ ലാലും ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. ആ ചിത്രത്തിൽ മുകേഷിന് പകരം ദിലീപിനെ വെക്കണം. സിദ്ദീഖ് അതിന് മറുപടിയായി കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ഷൂട്ടിംഗ് തുടങ്ങി 4 ദിവസം പിന്നിട്ടിരുന്നു. മുന്നോട്ട് നീങ്ങാൻ യാതൊരു നിർവാഹവുമില്ല. ആ സമയത്ത് സിദ്ദീഖിന്റെ രക്ഷകനായി എത്തിയത് തന്റെ ഗുരുനാഥനായ ഫാസിൽ തന്നെയായിരുന്നു. സിദ്ദീഖ് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ആലപ്പുഴയിൽ പോയി ഫാസിലിനെ കാണുന്നു. തന്റെ ധർമ്മസങ്കടം അറിയിച്ചപ്പോൾ ഫാസിൽ ഒരു എതിർപ്പുമില്ലാതെ ഒരു നിബന്ധനയുമില്ലാതെ തന്റെ പ്രിയ ശിഷ്യന്റെ പ്രോജക്ട് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഷൂട്ടിംഗ് 2 ദിവസത്തേക്ക് നിർത്തിവെക്കുക, ബാക്കി അറേഞ്ച്മെന്റുകൾ ചെയ്തതിനു ശേഷം തുടങ്ങിയാൽ മതി. അതിൻ പ്രകാരം ഷൂട്ടിംഗ് 2 ദിവസം നിർത്തിവെച്ചതിന് ശേഷമാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഫാസിൽ സിദ്ദീഖിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. 99 ദിവസമാണ് അതിന്റെ ഷൂട്ടിംഗ് നടന്നത്. ചിത്രത്തിന്റെ വിതരണ ചുമതലയും ഫാസിൽ തന്നെ ഏറ്റെടുത്തു. ഒരു വിഷുക്കാലത്ത് റിലീസ് ചെയ്ത ആ ചിത്രം മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും 100 ദിവസം പിന്നിടുകയാണ് ഉണ്ടായത്. പിന്നീട് സിദ്ദീഖ് ഹിന്ദിയിലും തമിഴിലുമൊക്കെ ചെയ്ത ബോഡി ഗാർഡ് എന്ന ചിത്രം വൻപിച്ച വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം മലയാളത്തിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബിഗ് ബ്രദർ, ജയസൂര്യ നായകനായ ഫുക്രി, മമ്മൂട്ടിയുടെ ഭാസ്കർ ദ റാസ്കൽ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അത് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് വഴിയൊരുക്കി. അത് മാനസികമായും അദ്ദേഹത്തെ തളർത്തി. ആ സമയത്ത് തന്റെ കൂടെ നിന്ന പലരും പല കാരണങ്ങൾ കണ്ടെത്തി അകന്നു പോവുകയാണ് ഉണ്ടായത്. ഇതിനോടൊപ്പം അദ്ദേഹത്തിന് അസുഖവും പിടിപെട്ടു. ആരോഗ്യ കാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നില്ല സിദ്ദീഖ്. അസുഖമൊന്നും വലിയ കാര്യമാക്കാതെ അദ്ദേഹം അടുത്ത പടം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മാഡ് ഡോക്ടർ എന്ന പേരിൽ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഒരു കഥ തയ്യാറാക്കുകയും ചെയ്തു. മമ്മൂട്ടി കഥ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നാളുകൾ കുറെ നീണ്ടുപോയപ്പോൾ ഇതിനിടെ ഫാസിലിന്റെ അനുജൻ കയസിനോട് സിദ്ദീഖ് ആ ചിത്രത്തിന്റെ കഥ പറയുകയുണ്ടായി. മാഡ് ഡോക്ടർ എന്ന കഥ കയസിന് വളരെയധികം ഇഷ്ടപ്പെടുകയും താൻ വേണമെങ്കിൽ അതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. കയസ് മമ്മൂട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ സിദ്ദീഖിന്റെ കഥ കേട്ടു, സൂപ്പർ കഥയാണ്. പിറ്റേ ദിവസം തന്നെ സിദ്ദീഖിന് ആൻഡോ ജോസഫിന്റെ വിളി വരുന്നു, മമ്മൂക്കയ്ക്ക് കഥ കേൾക്കണം, നിർമ്മാതാവിനെ തിരക്കണ്ട, അത് ഞാൻ തന്നെ ആയിക്കൊള്ളാം. അങ്ങനെ ഒരു ദിവസം സിദ്ദീഖ് പോയി മമ്മൂട്ടിയോട് കഥ പറയുന്നു. കഥ പറഞ്ഞ് തിരികെ വന്ന സിദ്ദീഖിനെ കണ്ട ഷഹീർ ബാബു പറയുന്നു, മുഖമൊക്കെ വാടി ടെൻഷൻ അടിച്ച് ക്ഷീണിതനായിട്ടാണ് തിരികെ വന്നതെന്ന്. അപ്പോൾ തോന്നി മമ്മൂട്ടിക്ക് കഥ ഇഷ്ടപ്പെടാതെ തിരിച്ചയച്ചതിന്റെ വിഷമമായിരിക്കുമെന്ന്. എന്നാൽ അവശനായിരുന്ന സിദ്ദീഖ് പറഞ്ഞു, മമ്മൂട്ടിക്ക് കഥ വളരെ ഇഷ്ടമായി, ഉടൻ തുടങ്ങണമെന്നും പറഞ്ഞു. എന്നിട്ടെന്താ മുഖമെല്ലാം വല്ലാണ്ടിരിക്കുന്നല്ലോ എന്ന് ബാബു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് കഴിക്കേണ്ട ഗുളിക കഴിച്ചില്ല, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് മെഡിസിൻ എടുത്ത് കഴിച്ചു. അന്ന് വൈകുന്നേരം 6 മണിക്ക് സിദ്ദീഖിന് അസുഖം കൂടി മരടിലുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ 15 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അമൃതയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. വീണ്ടും വലിയൊരു തിരിച്ചുവരവ് നടത്തുവാനും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാനുമുള്ള തയ്യാറെടുപ്പോടുകൂടി രചിച്ച കഥയായിരുന്നു ഡോക്ടർ മാഡ്. എന്നാൽ ആ കഥയും ആ മോഹവും ഒക്കെ ബാക്കി വെച്ചുകൊണ്ട് കടന്നുപോയ പ്രിയ സിദ്ദീഖിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.